ജെയ്ഡ് റാബിറ്റ് ഒരു ഇല്ലാത്ത ജീവിയാണ്. ഒരിക്കലൊരു അപ്പൂപ്പൻ വിശന്നു വലഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പൂപ്പൻ ആദ്യം ഒരു കുറുക്കനെ കണ്ടു. കഴിക്കാൻ എന്തെങ്കിലും തരുമോ? കുറുക്കനോട് അപ്പൂപ്പൻ ചോദിച്ചു. പക്ഷെ കുറുക്കൻ കൊടുത്തില്ല. അതിനുശേഷം അപ്പൂപ്പൻ കുരങ്ങന്റെയും നീർനായയുടെ ഒക്കെ അടുത്ത് ചെന്ന് ചോദിച്ചു. ആരും ഭക്ഷണം കൊടുത്തില്ല. ഒടുവിൽ അപ്പൂപ്പൻ ഒരു മുയലിനെ കണ്ടു. അദ്ദേഹം അവനോടും ഭക്ഷണം ചോദിച്ചു. മുയൽ ആലോചിച്ചു, ഞാൻ തിന്നുന്നത് പുല്ലാണേ, അത് തിന്നാ മനുഷ്യന്റെ വിശപ്പടങ്ങില്ല. അപ്പോൾ മുയൽ പറഞ്ഞു, എൻ്റെ മാംസം തിന്നോളൂ മനുഷ്യ. അതും പറഞ്ഞ് നല്ലവനായ ആ മുയൽ തീ കൂട്ടി അതിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടം. പക്ഷേ മുയലിന്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല. അടുത്ത നിമിഷം അപ്പൂപ്പന്റെ രൂപം മാറി. ആ സ്ഥാനത്ത് ബുദ്ധൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മുയലിനെ അനുഗ്രഹിച്ചു അത്രേ. പ്രശസ്തമായ ഈ ജാതക കഥയിലെ നായകനാണ് ജെയ്ഡ് റാബിറ്റ്. ഭംഗിയുള്ള വെളുത്ത രോമങ്ങളുള്ള സുന്ദരനാണ് ജെയ്ഡ് റാബിറ്റ്. ചന്ദ്രനിലാ താമസം, അതും ദേവതയായ ചാങ്ങിയുടെ കൊട്ടാരത്തില്. ജെയ്ഡ് റാബിറ്റിന് മരണമില്ല കേട്ടോ. മാന്ത്രിക ശക്തിയുള്ള പുല്ലും പഴങ്ങളും മാത്രമേ അത് കഴിക്കുള്ളൂ. അത് മണത്തറിയാൻ കഴിവുള്ള മൂക്കാണ് ഇതിൻ്റെത്. ജെയ്ഡ് റാബിറ്റിന് മറ്റൊരു പേരുണ്ട്, യൂടു. നിസ്വാർത്ഥത, ഭക്തി, ത്യാഗം, ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ഈ മുയല്. ചൈന, ജപ്പാൻ, കൊറിയ എന്നീ രാജ്യങ്ങളിൽ ബുദ്ധമതം പ്രചാരത്തിലുണ്ടല്ലോ. ആ നാടുകളിലുള്ള നാടോടി കഥകളിലെ കഥാപാത്രമാണ് ജെയ്ഡ് റാബിറ്റ്. 2013 ഡിസംബർ 1 ചന്ദ്രനിലെത്തിയ ചൈനീസ് ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായ റോബോട്ടിക് റോവറിന്റെ പേര് യൂടു എന്നായിരുന്നു.